ഇപ്പോൾ യുയിലേക്ക് ക്യാൻസലേഷൻ ഒന്നും കാണാതെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെയും ഇൻഡിഗോന്റെയും ഏതൊക്കെ ഫ്ലൈറ്റുകൾ ഏതൊക്കെ എയർപോർട്ടിലേക്ക് പോകുന്നുണ്ടെന്നാണ് നോക്കാൻ പോകുന്നത്. ഇന്ന് മെയ് 14 തീയതി നോക്കുന്ന അപ്ഡേറ്റ് ആണ് പറയുന്നത്. കേരളത്തിലെ 4 എയർപോർട്ടിൽ നിന്നുള്ള ഫ്ലൈറ്റും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യം കാലിക്കറ്റിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റിൽ നിന്ന് ഷാർജയ്ക്കുള്ള എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 351 പറഞ്ഞ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. കാലിക്കറ്റ് നിന്ന് അബുദാബിക്കുള്ള IX 347 പറഞ്ഞ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റും പോകുന്നുണ്ട്. പിന്നെ അലൈനിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റിൽ നിന്ന് അലൈനിക്ക് IX 335 പറഞ്ഞ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. കാലിക്കറ്റിൽ നിന്ന് ഫുജേറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിഗോന്റെ 6E1409 പറഞ്ഞ ഫ്ലൈറ്റ് ആണ് പോകുന്നത്. ഇനി കൊച്ചി എയർപോർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിന് അബുദാബിക്ക് ഇൻഡിഗോന്റെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് ഓടുന്നുണ്ട്. ഇൻഡിഗോന്റെ 6E1403 പറഞ്ഞ ഫ്ലൈറ്റ് ആണ് പോകുന്നത്. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 419 പറഞ്ഞ ഫ്ലൈറ്റും ഓടുന്നുണ്ട്. ഇനി കൊച്ചിയിൽ നിന്ന് റാസൽ ഗെയിമേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിഗോന്റെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റ് ഓടുന്നുണ്ട്. ഇൻഡിഗോന്റെ 6E1417 പറഞ്ഞ ഫ്ലൈറ്റും എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 6741 പറഞ്ഞ ഫ്ലൈറ്റും ഓടുന്നുണ്ട്. ഇനി അടുത്ത് കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് നോക്കാൻ പോകുന്നത്. കണ്ണൂരിൽ ദുബായിക്കുള്ള ഫ്ലൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 723 പറഞ്ഞ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. കണ്ണൂരിൽ നിന്ന് ഷാർജയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 745 പറഞ്ഞ ഫ്ലൈറ്റ് ഇപ്പോൾ ഓടുന്നുണ്ട്. ഇനി ട്രിവാൻഡ്രം എയർപോർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അബുദാബിക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 541 പറഞ്ഞ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ട്രിവാൻഡ്രത്ത് നിന്ന് ഷാർജയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ IX 545 പറഞ്ഞ ഫ്ലൈറ്റും ഇപ്പോൾ ഓടുന്നുണ്ട്. ഇൻഡിഗോന്റെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഫ്ലൈറ്റിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവർ കറന്റ് ഈ ഫ്ലൈറ്റ് ഇപ്പോൾ ഓടുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.